ഒരു പെൺകുട്ടി തന്റെ ജീവരക്ഷാർത്ഥം 1001 രാവുകളിലായി പറഞ്ഞ് വിശ്വവിഖ്യാതമായ 1001 രാവുകൾ എന്ന പുസ്തകത്തിലെ വിസ്മയിപ്പിക്കുന്ന മാന്ത്രിക ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വൈദ്യരുടെ അറുത്തുമാറ്റിയ ശിരസിനോട് ചോദിച്ചു. ആ അത്ഭുതം കാണാൻ രാജാവിന് തിടുക്കമായി. അദ്ദേഹം ആ പുസ്തകമെടുത്ത് ഒത്ത നടുവിലെ താള് പരതി. കടലാസുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചതിനാൽ താളുകൾ മറിക്കുന്നതിനായി വിരലുകൾ തുപ്പൽ നനച്ചുകൊണ്ടിരുന്നു. പൊടുന്നനെ രാജാവിന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിനു മുൻപേ അദ്ദേഹം കുഴഞ്ഞു വീണു. അവിടെ കൂടിയിരുന്ന അദ്ദേഹത്തിന്റെ അംഗരക്ഷകർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ രാജാവ് പിടഞ്ഞു മരിക്കുന്നത് നിസ്സഹായരായി നോക്കി നിന്നു. ആ പുസ്തകത്തിന്റെ താളുകൾക്കിടയിൽ വിഷം പുരട്ടിയിരുന്നു. മഹാരാജാവിന്റെ അസുഖം മാറ്റിയ വൈദ്യനോട് കാണിച്ച ക്രൂരത പോലെയല്ലേ നീ എന്നോട് ക്രൂരത കാണിക്കാൻ തുനിഞ്ഞത്? വൈദ്യരെ വെറുതെ വിട്ടിരുന്നെങ്കിൽ മഹാരാജാവ് ജീവനോടെ ഇരുന്നേനെ. അതുപോലെ നിന്നെ കുടത്തിൽ നിന്നും രക്ഷിച്ച എന്നെ നീ കൊല്ലാൻ ശ്രമിച്ചു. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മുക്കുവൻ ജിന്നിനോടായി ചോദിച്ചു. പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ് സത്യം. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് ബോധ്യമായി. ഞാൻ നിന്നെ കൊല്ലുകയില്ല, മാത്രമല്ല നിന്റെ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ കാണിച്ചു തരാം. ജിന്ന് കേണപേക്ഷിച്ചു. ഒടുവിൽ മുക്കുവൻ വീണ്ടും അടപ്പ് തുറന്നു. എന്നാൽ ഇത്തവണ ജിന്ന് തന്റെ രൗദ്രഭാവം ഒന്നടക്കി. മുക്കുവനോടും ദൈവത്തോടും നന്ദി പറഞ്ഞു. പിന്നെ മുക്കുവനോട് ദൂരെ മലയിടുക്കുകൾക്കിടയിൽ വിരൽ ചൂണ്ടി നടക്കാനാവശ്യപ്പെട്ടു. ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നെങ്കിലും പുറമെ കാണിക്കാതെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് മുക്കുവൻ പിറകെ നടന്നു. അവർ നടന്നും ഓടിയും അവിടെയെത്തി. മുക്കുവൻ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആ മലയിടുക്കുകൾക്കിടയിൽ ഒരു മനോഹരമായ തടാകം ഉണ്ടായിരുന്നു. അതിൽ നിറയെ പല വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങൾ നീന്തിത്തുടിക്കുന്നു. ഓഹ്, ഇത് എന്തത്ഭുതം! മുക്കുവൻ ആശ്ചര്യപ്പെട്ടു. നിനക്ക് ദിവസവും ഒരു പ്രാവശ്യം ഇവിടെ വന്ന് മീൻ പിടിക്കാം. ഈ മത്സ്യങ്ങളെ നീ മഹാരാജാവിന് കാഴ്ചവെക്കുക. നിന്റെ വിഷമങ്ങളെല്ലാം തീരും. എനിക്ക് പോകാൻ സമയമായി. ജിന്ന് പറഞ്ഞു നിർത്തി. ശേഷം പുകച്ചുരുളുകളായി മാറി. വളരെ സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തിയ അയാളെ കണ്ട ഭാര്യയും മക്കളും സന്തോഷിച്ചു. അയാൾ ആ മീനുകൾ വെള്ളത്തിൽ ഇട്ടുവെച്ചു. അതിരാവിലെ മഹാരാജാവിനെ ചെന്ന് കാണാം. അയാൾ മനസ്സിൽ കണക്ക് കൂട്ടി. പിറ്റേന്ന് അതിരാവിലെ അയാൾ മത്സ്യങ്ങൾ കൊണ്ട് മഹാരാജാവിനെ കാണാൻ ചെന്നു. ഒരു കാവൽക്കാരൻ അയാളെ മഹാരാജാവിന്റെ മുന്നിൽ കൊണ്ടുപോയി. മഹാരാജാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം 100 ദിനാർ കൊടുത്തു. ആ മീനുകൾ കറി വെക്കാൻ കൊണ്ടുപോയി. എന്നാൽ ആ മീനുകൾ അടുപ്പത്ത് വെച്ചതോടെ അസാധാരണമാം വിധം പിടക്കുന്നത് കണ്ട പാചകക്കാരൻ ഇതെന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ചുമർ പിളർന്നു ഒരു സുന്ദരി പ്രത്യക്ഷപ്പെട്ടു. അവൾ ഓടി വന്ന് ആ മീനിനെ എന്തോ ചൊല്ലി തടവിയതോടെ അത് കത്തിക്കരിക്കട്ടെയായി. ഭയന്ന് വിറച്ച പാചകക്കാരൻ ഉടൻ മഹാരാജാവിനെ വിവരം അറിയിച്ചു. മഹാരാജാവ് മുക്കുവനെ വിളിച്ചു വരുത്തി. എല്ലാം കേട്ടറിഞ്ഞ ശേഷം മഹാരാജാവ് പറഞ്ഞു, ഇതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അത് കണ്ടെത്തണം. അദ്ദേഹം കുറച്ചു പടയാളികളെയും കൂട്ടി മുക്കുവന്റെ കൂടെ പുറപ്പെട്ടു. തെല്ലുഭയത്തോടെ മുക്കുവൻ ആ പ്രദേശം മഹാരാജാവിന് കാണിച്ചു കൊടുത്തു. മഹാരാജാവ് അത്ഭുതപരവശനായി. 4 കൂറ്റൻ മലകൾക്കിടയിൽ ഒരു താഴ്വര. അവിടെ ഒരു തടാകം നിറയെ സ്വർണ്ണ മത്സ്യങ്ങൾ. അവിടെ കണ്ട ഒരു പുരാതന കവാടത്തിലൂടെ രാജാവും പടയാളികളും നടന്നു. ഒരു പഴയ കോട്ടയ്ക്കുള്ളിൽ നിന്നും ഒരു വിങ്ങൽ കേൾക്കുന്നു. മഹാരാജാവ് അങ്ങോട്ട് നടന്നു. അവിടെ ഒരു രാജകുമാരൻ പാതിക്കരിഞ്ഞ ശരീരവുമായി തേങ്ങി. അവൻ പറഞ്ഞു, അങ്ങേക്ക് സ്വാഗതം. എന്നാൽ അങ്ങയെ സ്വീകരിക്കാൻ ഒന്നെഴുന്നേറ്റു നിൽക്കാൻ പോലും എനിക്ക് കഴിയില്ല. എന്താണ് പറ്റിയത്? രാജാവ് ചോദിച്ചു. അവൻ പറയാൻ തുടങ്ങി. രാജാവേ, എന്റെ ഭാര്യയൊരുവൾ കറുത്ത മായാജാലം കാട്ടി എന്നെയും എന്റെ രാജ്യത്തെയും വഞ്ചിച്ചു. അവളെ മായാജാലം പഠിപ്പിച്ച അവളുടെ രഹസ്യ കാമുകനെ ഞാൻ കഴുത്തിന് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. അവൾ എന്റെ കാലുകൾ മായാജാലത്തിലൂടെ കരിക്കട്ടകളാക്കി. എന്റെ രാജ്യത്തെ ഈ 4 മലയിടുക്കുകളാക്കി. എന്റെ ജനങ്ങളെ തടാകത്തിലെ മത്സ്യങ്ങളാക്കി. അവിടെ ഈ കൊട്ടാരത്തിന്റെ പുറത്ത് ഒരു ഭൂഗർഭാറയിൽ അവനെ അവൾ കിടത്തി ശുശ്രൂഷിക്കുന്നു. ഇടയ്ക്ക് ഇവിടെ വരും. എന്നെ പൊതിരെ തല്ലും. ഇപ്പോൾ എന്നെ തല്ലി മതിയായപ്പോൾ ഇറങ്ങിപ്പോയതാണ്. ആ കാമുകനെ കൊന്നാൽ അവളുടെ ശക്തി ക്ഷയിക്കും. ഇത്രയും കേട്ടതോടെ രാജാവ് ക്ഷുഭിതനായി.
അദ്ദേഹം ആ രഹസ്യ അറ കണ്ടുപിടിച്ചു. ആ കാമുകനെ കൊലപ്പെടുത്തി അവൾ എത്താനായി കാത്തിരുന്നു. അവൾ എത്തിയതും അവിടുത്തെ അന്തരീക്ഷം കണ്ട് ഞെട്ടി വിറച്ചു. ഉറക്കെ അട്ടഹസിച്ചു. എന്നാൽ അവളുടെ ശക്തി ക്ഷയിച്ചിരുന്നു. മഹാരാജാവ് അവളെ തടവറയിലാക്കി. ആ രാജ്യം പഴയപടിയായി. രാജകുമാരൻ എഴുന്നേറ്റു നിന്നു. ദാസികൾ നൃത്തം ചെയ്തു. അവർ രാജാവിനെ വേണ്ടവിധം സത്കരിച്ചു. ശേഷം രാജാവ് തിരികെ പോകാൻ ധൃതി കാണിച്ചു. അങ്ങുന്നേ, അങ്ങയുടെ രാജ്യം ഇവിടുന്ന് ഒരു വർഷമെങ്കിലും യാത്ര ചെയ്താൽ മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. അവൾ മായാജാലത്തിലൂടെ എന്റെ രാജ്യത്തെ ചുരുക്കിയതുകൊണ്ടാണ് താങ്കൾക്ക് അത് മനസ്സിലാവാഞ്ഞത്. അങ്ങനെ ഒരു വർഷത്തിനു ശേഷം തിരികെ എത്തിയ രാജാവ് മുക്കുവനെ നിറയെ പാരിതോഷികങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചു.